ഹലോ ഗൈസ്, ഇത് നാസ് വണ്ടർ വേൾഡിൽ നിന്നാണ്. ഞാൻ നിങ്ങളുടെ നജ്ന. ഇന്ന് ഞാനൊരു ബീഫ് കറിയാണ് നിങ്ങൾക്ക് മുന്നിൽ കാണിക്കാൻ പോകുന്നത്. ബീഫ് നന്നായിട്ട് കഴുകി ചെറിയ പീസുകളാക്കി വെച്ചിട്ട് അതിനുള്ള ഇൻഗ്രീഡിയൻസ് എടുത്ത് വെച്ചേക്കുന്ന സവാള അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, മല്ലിയില, തക്കാളി, ഒരു തക്കാളിയാണ്, ഗ്രീൻ ചില്ലീസ് 3 പകുതി അരിഞ്ഞത്, പിന്നെ മസാലയൊക്കെ മുളക് പൊടി, മല്ലിപ്പൊടി, പെരിഞ്ജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുറച്ച് കുരുമുളക് ക്രഷ് ചെയ്യണം. ഇത്രയാണ് മസാല. ഇനി കുക്കറിൽ ബീഫും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നന്നായിട്ട് ചതച്ച് എല്ലാം ആഡ് ചെയ്ത് ബീഫിൽ 8 വിസിൽ വെച്ചിട്ട് ബീഫ് വേവിച്ചെടുക്കണം. തിളയ്ക്കുന്ന ബീഫിനെ കണ്ടോ? കൊതിയാവുന്നുണ്ട്. എനിക്ക് നന്നായിട്ട് കൊതിയാവുന്നു, നിങ്ങൾക്ക് എന്തായാലും കൊതിയാവും. കറക്റ്റ് വേവായി ബീഫ് കറി റെഡിയായി. ഇനി ഇതിന് ബെസ്റ്റ് കോമ്പിനേഷൻ ബറോട്ടയും ബീഫുമാണ്. പക്ഷേ ഇന്ന് ഞങ്ങൾ കപ്പ നന്നായിട്ട് ഉടച്ച് വെച്ചതാണ്. അതാണ് ഇന്ന് ഇതിനുമായിട്ട് കോമ്പിനേഷൻ നമ്മൾ ചെയ്യാൻ പോകുന്നത്. കപ്പ ഉടച്ച് വെച്ച് നന്നായി ഉടച്ച കപ്പയിൽ കൂടെ ബീഫ് കറി ആഡ് ചെയ്യുന്നു. ഇതാണ് കപ്പ. എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. എനിക്കിഷ്ടമാണ് ബീഫും കപ്പയും കോമ്പിനേഷൻ. ബീഫ് കപ്പയും ഒരുമിച്ച് വേവിക്കുന്നവരുണ്ട്. എനിക്ക് കൂടുതൽ ഇഷ്ടം ഇതാണ്. ബീഫ് കറിയും കപ്പയുമാണ്. നിങ്ങൾക്കും ഇത് ഇഷ്ടപ്പെടും. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. വാവ്, ചെറിയ ഉണ്ട എടുക്കാമെന്ന് വിചാരിച്ചതാണ്, പറ്റുന്നില്ല. ഭയങ്കര ചൂടാണ് കേട്ടോ, ഭയങ്കര ചൂടാണ്. കുക്കർ ഇപ്പോൾ ഓപ്പൺ ചെയ്തല്ലേ ഉള്ളൂ. സോ ഭയങ്കര ചൂടാണ്, എടുക്കാൻ പറ്റുന്നില്ല. ഒരു പീസ് എടുത്തു, നല്ല വെന്തു. വാവ്, ടേസ്റ്റി. പ്ലീസ് സബ്സ്ക്രൈബ് മീ.